സൈനിക മേധാവിമാരുടെ അസാധാരണ യോഗം വിളിച്ച് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പേറ്റ് ഹെഗ്സെത്ത് അടുത്തയാഴ്ച വെർജീനിയയിലെ മറൈൻ ബേസിൽ എത്തിച്ചേരണം എന്നാണ് നിർദ്ദേശം. US സൈന്യത്തിന്റെ അടുത്ത നീക്കങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമായിരിക്കും യോഗത്തിൽ നടക്കുക എന്നാണ് സൂചന. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാ സൈനിക മേധാവിമാരും എത്തിച്ചേരണം എന്നാണ് നിലവിൽ പ്രതിരോധ വക്താവ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സൈനിക മേധാവിമാരുടെയും ഒരു യോഗം തന്നെയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പേറ്റ് ഹെഗ്സെത്ത് വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായിരിക്കും അടുത്ത നീക്കം എന്ന് പറയുമ്പോൾ അത് ആകാംക്ഷ കൂട്ടുന്നത് തന്നെയല്ലേ? അമേരിക്ക ഏതു രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും വിവിധ വിഷയങ്ങളിൽ കടക്കുക എന്നുള്ളത് തന്നെയാണ്. രോഹിണി, തീർച്ചയായും അമേരിക്കയുടെ സൈനിക മേധാവികളോട്, അതായത് 800-ലേറെ വരുന്ന സൈനിക മേധാവികളോട് ഒത്തുചേരാനുള്ള ഒരു ആവശ്യമാണ് പീറ്റ് ഹെഗ്സെത്ത് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അടുത്ത ആഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാനും സാധിക്കുന്നത്. അരമണിക്കൂർ മാത്രമാണ് ഈ ചർച്ച ഉണ്ടാവുക എന്ന ഒരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചില വിശദീകരണങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇതൊന്നും ഔദ്യോഗികമായ റിപ്പോർട്ടുകളല്ല എങ്കിൽ കൂടി ഇത്തരത്തിലൊരു അടിയന്തര യോഗം മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു എന്ന് കൃത്യമായും പുറത്തു വന്ന വാർത്തകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് വരാനിരിക്കുന്ന പട്ടാള നീക്കങ്ങളുടെ അല്ലെങ്കിൽ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഒരു റോഡ് മാപ്പ് ആയിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അതായിരിക്കും പീറ്റ് ഹെഗ്സെത്ത് മുന്നോട്ട് വയ്ക്കുക എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു പല ഭരണപരമായ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ ശൈലി സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തന രീതി സംബന്ധിച്ചുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ധാർമ്മികമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചനകളെല്ലാം വരുന്നുണ്ടെങ്കിൽ കൂടി ആഗോള രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നത് ഇത് ഒരു പക്ഷേ കടുത്ത സൈനിക നീക്കങ്ങളിലേക്കുള്ള ചില മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിരിക്കാമെന്ന് തന്നെയാണ്. അത്തരമൊരു നീക്കങ്ങളുടെ സാധ്യത തെളിയുന്ന പല ലോക പശ്ചാത്തലങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, ഇറാനിലെ ആക്രമണം നടന്നത്, B-2 ബോംബറുകൾ ആക്രമണം നടത്തി, അതിശക്തമായ ഒരു ആക്രമണം നടത്തിയൊരു വാർത്ത നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡായാണ് ലോകം കേട്ടത്. അത്തരത്തിലൊരു സാഹചര്യത്തിനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ ഏത് രാജ്യങ്ങളിലായിരിക്കും അത്? ആ രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോഴാണ് സ്വാഭാവികമായും ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പേരുകൾ ഉയർന്നു വരുന്നത്. ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ വിഷയവും അതുപോലെ തന്നെ ഇറാൻ്റെ വിഷയവും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം അതാണ്. ഇനി അതിൻ്റെ ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ, അതായത് ലോക നേതാക്കളുടെ ഈ മിലിറ്ററി ഇതര സംവിധാനങ്ങളിലെ ചില പ്രഖ്യാപനങ്ങളെ കൂടി ഇത് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു UN-ൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമായ ചില നിലപാടുകൾ പറഞ്ഞിരുന്നു. ആ നിലപാടുകളിലൊന്ന് ഗാസയുടെ സ്വയംഭരണാധികാരം നടത്തുകയല്ല, മറിച്ച് അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്ന രീതിയിലൊക്കെയായിരുന്നു. അത്തരമൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് സംഭവം? ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.